യേശു ചെന്ന മഞ്ചത്തെ തൊട്ടു. അന്നേരം ചെറുക്കൻ ചാടി എഴുന്നേറ്റു. സ്തോത്രം. അവനെയും കൊണ്ട് യേശു ഒരു ക്രൂസൈഡിലും പോയില്ല. ഇന്നാണെങ്കിൽ ഇന്നത്തെ ബിരുദന്മാരാണ് അവനുമായിട്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളി ഒരു ക്രൂസൈഡുണ്ട്. ബ്രദർ വന്ന് സാക്ഷ്യം പറയാം. ഉടനെ മറ്റേ ബ്രദറിന് എന്തോ സംഭവിച്ചെന്ന് ഈ ബ്രദർ പറയും. ബ്രദറിന് ഇപ്പം എന്തോ സംഭവിച്ചു. ഉമ്മ വട്ടുകളിയാ. യേശു അവനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് ഞാൻ പോവാന്ന്. അതാ യേശു. സ്തോത്രം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ വാർത്ത ശ്രുതി കേട്ടു. തെള്ളും തിക്കുമുണ്ടെങ്കിലും വിശ്വാസത്തോടെ എൻ്റെ ചിന്തയാ അവിടുത്തെ തിരുശരീരത്തിൽ തൊടാനാ വന്നെങ്കിലും തെള്ളു കാരണം ശരീരത്തിൽ സ്പർശിക്കാനൊത്തില്ല. ആ വസ്ത്രത്തിൽ തൊട്ടു, ടപ്പെന്ന് സൗഖ്യമായി. അതാ യേശു. കർത്താവ് തിരിഞ്ഞു നോക്കി. അയ്യോ, അന്തം വിട്ടുപോയി. അവള് ഭയപ്പെട്ട് നിൽക്കുക. സ്തോത്രം. അവൾ എന്നങ്ങ് തൊട്ടു. അന്നേരം കർത്താവ് വെച്ചാൽ എന്നെ തൊട്ടത് ആരാ? അല്ല, അവിടെ നിൽക്കടി, ഞാൻ കുളിച്ചേച്ച് വരട്ടെന്നൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങൾ തൊട്ടെന്നും പറഞ്ഞേ. യേശു ചോദിച്ചാൽ എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചു. സ്തോത്രം. പൂർണ്ണ വിടുതൽ. സ്തോത്രം. അവള് വിടുതൽ പ്രാപിച്ചാ തിരിച്ചു പോയത്. പോയപ്പം വേണേ അവളൊരു പാട്ട് പാടി കാണും. അപ്പം നിങ്ങൾ ചോദിക്കും അതെവിടെ എഴുതിയിട്ടുണ്ട്? പുസ്തകത്തിലില്ല, എൻ്റെ ചിന്തയാണ്. നമ്മൾ ഈ പാട്ടിൻ്റെ ആളായതുകൊണ്ട് അവളങ്ങോട്ട് പോയപ്പോഴേ സ്തോത്രം എല്ലാം മെലിഞ്ഞ് വൈദ്യന്മാർക്ക് മുഴുവൻ കൊടുത്ത് പരിവക്കേടായി അറ്റ കൈക്കാവന്ന് യേശുവിനെ സ്പർശിച്ചത്. പൂർണ്ണ വിടുതലും. സ്തോത്രം. അവൾ തിരിച്ചു പോയപ്പം പാട്ടുമൊക്കെ പാടി കാണും. വേണേ മിക്കവാറും ഈ പാട്ട് പാടാനായിരിക്കും സാധ്യത. വിദ്വാൻ കുട്ടിച്ചൻ എഴുതിയത്. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ലേലൻ ജീവനായകനെ മനുവേലേ ലേലൻ ജീവനായകനെ. ഞാനവനു അമ്മനെനികമനു പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ഞാനവനു അവനെനികമനു പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ന്യൂനമറിയുമതി എനിക്കവനെല്ലാമായവൻ. ജീവനായകനെ മനുവേലേ ലേലൻ ജീവനായകനെ മനുവേലേ ലേലൻ ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വിശ്വാസത്തോടെ ഈ സ്ത്രീ വന്ന് അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. കർത്താവ് പോയി ചോദിച്ചാൽ എന്നെ തൊട്ടതാരാ?
തൊട്ടെന്നോ എന്തോ തേടല, അതങ്ങനല്ല. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നീ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. നിന്റെ പ്രശ്നങ്ങൾക്കും നിന്റെ രോഗങ്ങൾക്കും നിന്റെ കെടുതികൾക്കും പൂർണ്ണ വിടുതൽ നൽകും. യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷപാതക്കാരൻ കിടക്കുക 38 കൊല്ലമായിട്ട്. പുള്ളി ആ ഏരിയയിലെ സീനിയർ ആളാണ്. പുള്ളിയാണ് അവിടുത്തെ സീനിയർ. ചെല്ലുപടത്തിലെ ഈ സഭയിലെ സീനിയർ ഞാനാണ്. പക്ഷെ എഴുന്നേക്കാൻ മേല, ഒരു സ്തോത്രം പോലും പറയാൻ. സീനിയറാണ്, തളർന്ന് കിടക്കുക. അപ്പം ഈ കിടപ്പ് കണ്ട് കർത്താവ് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. പുള്ളി പറഞ്ഞ് കുളത്തിലിറക്കാനാണ്. നിന്നോട് അതാന്ന് കുളത്തിലിറങ്ങുന്നോ കയറുന്നോന്നാന്നോ ചോദിച്ചേ, നിനക്ക് സൗഖ്യമാകാൻ. സ്തോത്രം. എല്ലാ ഉപാധികളായി പറയുന്നത്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കാം. നമ്മളായിരുന്നു പറയാം നടക്കാൻ മേലാത്തത് ആ സൂക്കേട്, അതല്ലേ 38 കൊല്ലമായിട്ട് കിടപ്പ്. നമ്മളെല്ലാം എതിരാണല്ലോ. യേശു പറഞ്ഞ കിടക്കയെടുത്ത് നടക്കാൻ. നമ്മളാന്ന് പറയാ, ഗുരു നടക്കാൻ മേലാത്തതായ നീ യേശുവിൻ്റെ വാക്കങ്ങ് വിശ്വസിക്കേ, അന്നേരം അവൻ കിടക്കയെടുത്ത് നടന്നെന്നുള്ളതാണ്. അവനെ യേശു ഒരു ക്രൂസൈഡിലും കൊണ്ടുപോയില്ല. അവൻ്റെ ഫോട്ടോ എടുത്ത് ടി വിയിൽ കൂടെ കാണിച്ചു വെച്ച്, യേശു വരുന്നുണ്ട്, പുറകെ നമ്മുടെ ആളും വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം. സ്തോത്രം. പൂർണ്ണ വിടുതലായി യേശുവിൻ്റെ അടുക്ക വന്നാൽ നാടെങ്ങും അവിടുന്ന് നന്മ സുവിശേഷിച്ചു. കുഷ്ഠരോഗിയെ അവിടുന്ന് ശുദ്ധമാക്കി, മുടന്തരെ നടത്തി, ഊമർക്ക് സംസാരശേഷി, ചെകിടർക്ക് കേൾവി, എന്തിനേറെ നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെല്ലാം യേശുവിനാൽ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം, സ്തോത്രം. യേശു ജീവിച്ചിരുന്ന കാലത്ത് ആരെയും ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത് കുഴിക്കകത്ത് വെച്ച് മകന് ശോഭിത തുറമുഖത്ത് കാണാമെന്ന് യേശു പറഞ്ഞായിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെ. എനിക്കന്ന് എന്നും മിക്കപ്പോഴും അടക്കാം. നാളെ നമ്മുടെ അമ്മച്ചി വരുന്നില്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങൾ പോകുമ്പം കുഴിക്കകത്ത് വെച്ചേച്ച് ബാക്കിയെല്ലാം പറഞ്ഞ് പറയും, ഉഷസിൻ പൊൻപുലരികിൽ അല്ലെ ശോഭിത തുറമുഖത്ത്. അങ്ങനെ നമുക്ക് ചില ഡയലോഗുണ്ട്, ബയൂല തീരത്ത്. പിന്നെ നമുക്ക് അങ്ങ് കാണാനൊക്കെ യേശു ജീവിച്ച സമയത്ത് ഒറ്റൊരു കുഞ്ഞുങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല. സ്തോത്രം. യാക്കോച്ചാ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ചേരുന്നു, നമുക്ക് അങ്ങ് കാണാമെന്ന് യേശു പറഞ്ഞില്ല. യാക്കോയും തോമ എല്ലാം അന്നേരം ഉയർപ്പിച്ച് വിടുകയായിരുന്നു. സ്തോത്രം, സ്തോത്രം. യായിറോസിൻ്റെ മകളെ അപ്പുറം തന്നെ വന്നവർക്കെല്ലാം വിടുതല. സ്തോത്രം. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് മിക്കവാറും പാട്ടായിരിക്കും. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രത്യരൊരയ്യായിരം ജനം. 5 അപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി
മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനേ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനേ. ഓ ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ഓ ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ആ നസറായൻ ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടുന്ന സദൃശമുള്ള പാനമുള്ളവനായി 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കണ്ട നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. വിശ്വാസത്താൽ അനുഭവിച്ച് വിശ്വാസ കണ്ണാൽ കണ്ട് അത് അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവിടുത്തെ അടുക്കൽ വന്ന ആരും നിരാശരായി പോയിട്ടില്ല. ഒടുവിൽ തിരുവെടുത്ത് അവിടുത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അവിടുന്ന് പീഡകളും പങ്കപ്പാടുകളും സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും ജീവിക്കുന്നു. മരിച്ച് ഉയർത്തു വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി മത നേതാക്കന്മാരും പണ്ഡിതന്മാരും പണ്ഡിത ശിരോമണിമാരും രാജാക്കന്മാരും രാജപുങ്കവന്മാരും മന്ത്രിമാരും എന്ന് വേണ്ട ലോകത്തെ കിടിലം കൊള്ളിച്ച മിടുമിടുക്കന്മാർ, സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ സകലം മിടുക്കന്മാരും മിടുമിടുക്കന്മാർ മരണത്തിന് അടിയോറഞ്ഞ് മരണത്തോട് അവനെ ജയിക്കുവാൻ കഴിവില്ലാതെ മരണത്തിന് പരാജയപ്പെട്ട് മണ്ണോട് മണ്ണായി അവൻ ഒരുപിടി ചാരമായപ്പോൾ മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറായ യേശു ക്രിസ്തു. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. ആ കർത്താവാകുന്ന ക്രിസ്തുവേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേഭാവിന്, പിന്നെ 12 പേർക്ക്, പിന്നെ 11 പേർക്ക്, പിന്നെ എമ്മവസി പോയവർക്ക്, പിന്നെ കടൽക്കരയെ വെച്ച്, പിന്നെ ബഥാനിയിൽ വെച്ച്, പിന്നെ മുറി അടച്ചിട്ടപ്പോൾ, പിന്നെ ശിഷ്യവൃന്ദങ്ങൾക്ക്, പിന്നെ അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പൗലോസ് വേറൊരു പദം പറഞ്ഞു, പിന്നെ 500-ലധികം പേർക്ക് ഒന്നിച്ച് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അല്ലാതെ മരിച്ചേച്ച് ഉയർത്തെന്ന് പറഞ്ഞേച്ച് ഉണ്ടയിട്ടയാളല്ല യേശു. സ്തോത്രം. ആൾക്കാരെ കളിപ്പിച്ചേച്ച് പോയ ആളല്ല യേശു. അവർക്കെല്ലാം ചെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ പ്രത്യക്ഷതയ്ക്ക് വേറൊരു വിശേഷതയുണ്ട്. ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ആർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറിയെന്ന റോമൻ പടയാളികൾ യാതൊരു ദാക്ഷിണ്യം കൂടാതെ കുതിരയുടെ തോല് നാരുനാരായി കീറി അതിൻ്റെ അറ്റത്ത് ഈയക്കട്ടയും ഉൾക്കൊള്ളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി പിരിച്ച് ചാട്ടയാക്കി അതാണ് ചുഴറ്റി അടിക്കുന്നത്. അടിച്ച് പറിക്കുമ്പോൾ പച്ചമാംസം പറഞ്ഞ് ഇറുന്ന് ആമേൻ ഉടവചാല് പോലെ അവിടുത്തെ തിരുശരീരം കീറി ആമേൻ രക്തം ധാരധാരയായിട്ട് ഒഴുകുക. മുൾക്കിരീടം അവിടുത്തെ ശിരസിൽ കൊണ്ട് ആഞ്ഞടിച്ചു. ആ മുള്ളിന് 2.5 നീളം വരുന്ന മുള്ളാണ്. ഒരിക്കൽ ഞാൻ നമ്മുടെ മൈലപ്പറ ജോർജ് കോശി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോൾ സെയിം ഈ മുൾക്കിരീടം കൊണ്ടുവന്നു. അപ്പോൾ എന്നെ കാണിച്ചു. നല്ല നീളമാണ് മുള്ളിന്. അത് തലയിൽ വെച്ച് ശിരസിൽ അടിച്ച് മുള്ളകത്തോട്ടിറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നെന്ന്. നാവെല്ലാം അണ്ണാക്കൂട് പറ്റി. സ്തോത്രം. മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു.
പ്രവചന കുന്നിൽ കയറി പ്രവാചകൻ പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് ചുമന്നു, നമുക്ക് വേണ്ടി അവിടുന്ന് ഈ പീഡകളെല്ലാം സഹിച്ചു. അപ്പൊ തന്നെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അടിച്ച് കോല് കണ്ടടിച്ചു, കാർക്കിച്ച് മുഖത്ത് തുപ്പി, കന്നത്തടിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, പീഡിപ്പിച്ചു. ഉയർത്തതിന് ശേഷം ഇവർക്കാർക്കും യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടില്ല. തന്നെ അടിച്ച റോമൻ പടയാളിയുടെ മുന്നിൽ യേശു ചെന്നില്ല. ചെന്നാൽ അവൻ അറ്റാക്ക് വന്നിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ പോലും യേശു ആരെയും പേടിപ്പിച്ചില്ല. യേശു പേടിപ്പിക്കുന്നത് അയ്യോ അല്ലെന്ന്. നീ എനിക്ക് ഏറ്റതെല്ലാം തന്നില്ലേ, നാളെ തന്നെ ഞാൻ തട്ടും, അതൊന്നുമല്ല യേശു. നീ തന്നില്ലേലും നിനക്ക് വീണ്ടും തരുന്നവനായ യേശു. സ്തോത്രം. ഇത് ചെല്ലു പറയുന്നത് നമ്മളെ കൊടുക്കാത്തതിൻ്റെ ഈ കോലാഹലമല്ല. അതെന്താ കൊടുക്കാൻ? അയ്യോ നമ്മളത് ഏറ്റതാ, അത് കൊടുത്തില്ല, അതാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നമല്ല. എത്ര എണ്ണമായിരിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ, എന്തെല്ലാം കയറി ഏറ്റച്ചാ ഇപ്പം പമ്മി ഇരിക്കുന്നേ. അത് പിന്നെ അവിടുന്ന് തരികയല്ലേ, അതാ അവിടുത്തെ സ്നേഹം. കൺവെൻഷന് ഇത്ര കൊടുക്കാൻ നേറ്റതാ, മിണ്ടുന്നില്ല ഇപ്പം ഇരിക്കുന്ന ഇന്നുമായിട്ട് തീരുമില്ല, കുഴപ്പമില്ല, ആശീർവാദത്തിന് മുന്നേ അങ്ങ് ഇതെല്ലാം നമ്മളെ ഏറ്റു. ആരോടെല്ലാം നമ്മളെ ഏറ്റു? ദൈവത്തോടെന്തെല്ലാം കയറി ഏറ്റു. ഓരോ ഉണർവുണ്ടാകുമ്പോൾ ചുമ്മാ കയറി അങ്ങ് കേൾക്കുകയല്ലേ. എന്നിട്ടും ദൈവം നിന്നെ ദോഷം വരുത്താതെ പിന്നെ അവിടുന്ന് തന്നുകൊണ്ടിരിക്കുക. അതാ യേശു. നിന്നെ സംഹരിക്കുന്ന ഒരാളല്ല യേശു, നിനക്ക് ജീവൻ തരുന്നവനായ യേശു. നിന്നെ മുടിച്ചു കളയുന്ന ദൈവമല്ല യേശു, നിന്റെ മുടിവും ഇടിവും നികത്തി തരുന്നവനായ യേശു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഉപദ്രവിച്ച് ആർക്കും യേശു പ്രത്യക്ഷപ്പെട്ടില്ല. നമ്മളായിരുന്നെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണമാണ്, നമ്മളങ്ങനെ വരുന്ന ഉയർത്ത് കഴിഞ്ഞാൽ ആദ്യം ഹെരോദാവിൻ്റെ പാലസിൻ്റെ വാതിൽക്ക കാറെ ചെന്ന് ചോണടിച്ച് ഗ്ലാസ് താത്തി അവിടെ ഇങ്ങനെ കിടക്കും പമ്മി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഹെരോദാവ് രാവിലെ നോക്കുമ്പോൾ കണ്ടമാനം ഓണടിക്കുന്ന ആരാണോ നോക്കിയപ്പോൾ എടാ നമ്മൾ മിനിഞ്ഞാന്ന് ക്രൂശിച്ച പുള്ളിയാ, ആ മേളിൽ നിന്ന് താഴെ വീണ് യാകുകയുള്ളൂ. അങ്ങനെ പോലും യേശു എന്നൊരുത്തനെ പേടിപ്പിച്ചില്ല. പിന്നെ പ്രത്യക്ഷപ്പെട്ടതല്ല അരിമശിഷ്യന്മാർക്കാണ്. സ്തോത്രം. അതാ യേശുവിൻ്റെ വിശേഷത. സ്തോത്രം. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവീ, ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവീ, സ്വർലോകരാജൻ 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 താൻ, സ്വർലോകരാജൻ 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 താൻ. അപ്പൊ ശ്രദ്ധിക്കുക, അരിമശിഷ്യന്മാർക്കെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്ട് 40 ദിവസത്തോളം ഇവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒലിവമലയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സമയമായില്ല, നമുക്ക് അതിൻ്റെ പരുവത്തിനെ കൈകാര്യം ചെയ്യാം. വണ്ടി പോവായിരിക്കും അല്ലയോ? ഇന്ന് വണ്ടി ഇല്ലല്ലോ. നിർത്തരുതെന്നും പറഞ്ഞ എന്നാ കൂടെ കൂടെ നോക്കൂ. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ബഥാന്യോളം കൊണ്ടുചെന്ന് കർത്താവ് അന്ത്യകൽപ്പന അങ്ങോട്ട് കൊടുത്തു. അന്ത്യകൽപ്പന അത് മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ. ഈ ഭാഗത്താണ് നമ്മുടെ ക്രിസ്തുയേശു അന്ത്യകൽപ്പന കൊടുക്കുക. ആ അന്ത്യകൽപ്പന കൊടുക്കുന്ന, സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സന്ദർഭത്തിൽ നടന്ന കാര്യമാണ് കുറുവാക്യമായിട്ട് എടുത്തത്. ഞാൻ പയ്യെ കുറുവാക്യ ഭാഗത്തോട്ട് വരുക. അന്നേരം നിങ്ങൾ ബൈബിൾ തന്നെ സിബുമൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് ഇതെടുത്തേ, സിബ് എടുക്ക്, പയ്യെ തുടങ്ങാൻ പോവാ. അപ്പൊ ശ്രദ്ധിക്കുക,
അന്ത്യകൽപ്പന കൊടുത്ത് അവരുമായി കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യാൻ പോവുക. ഈ സ്വർഗത്തിലേക്ക് പോകുന്ന വിഷയം മത്തായിയും മർക്കോസും യോഹന്നാനും ഒന്നും അധികം വിസ്തരിച്ചിട്ടില്ല. ലൂക്കോസ് കുറച്ച് ഭാഗം ഒന്ന് വിസ്തരിച്ചു. അത് ലൂക്കോസിന്റെ സുവിശേഷം 24 കുറച്ച് വിസ്തരിച്ചിട്ട് ബാക്കി ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് നന്നായിട്ട് അങ്ങ് എഴുതി നല്ലതുപോലെ ഭാഗം അങ്ങോട്ട് വിവരിച്ചു. അപ്പോൾ ശിഷ്യന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. ഇനി ശിവ പാസ്റ്റർ ഒന്നുകൂടെ ആ ഭാഗം വായിക്കണം. മത്തായി 28:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. ഇനി കമ്പിവാചകം പോലെ മുമ്പോട്ട് പോകാം. കൂടെ ഇരിക്കുന്ന ദൈവം തൻ്റെ അരമ ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുത്ത് ഒടുവിലായിട്ട് ഇവരോട് പറയുന്ന ഭാഗമാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ. ഇന്ന് രാത്രി 2 മെയിൻ പോയിന്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, കൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ യോഗ്യത അല്ലെങ്കിൽ വിശേഷത. 2, ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ആ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ മെയിൻ വിഷയം. അപ്പം ആദ്യമായിട്ട് ഒന്ന്, കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ വിശേഷത, കൂടെ ഇരിക്കുന്നവൻ്റെ വിശേഷത. ഒന്ന്, അവിടുത്തെ പേര്. കൂടെ ഇരിക്കുന്ന ആൾക്കൊരു പേരുണ്ട്. ആ പേര് തന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: യോസെഫിനോട് ഒരിക്കൽ ദൂതൻ വന്ന് പറഞ്ഞു. മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു, ശേഷം യോസെഫിന് രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെടാൻ കാര്യമുണ്ട്. മറിയം ഗർഭവതിയായി, വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. ഇവർ രണ്ടുപേരുടെ കൂടി വന്നിട്ടില്ല. അപ്പോൾ യോസേഫ് ഗൂഢമായിട്ട് ഈ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ച് ചിന്തിച്ച് നനച്ചിരിക്കുമ്പോൾ രാത്രി സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ ദൂതൻ വന്ന് പറഞ്ഞു, യോസേഫേ, നീ പേടിക്കണ്ട, സംശയിക്കൊന്നും വേണ്ട. അവളിൽ ഉത്പാദിതമായിരിക്കുന്ന ആ പുരുഷപ്രജ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കരുത്. ഒരു പുരുഷപ്രജ ആയിരിക്കും ജനിക്കുന്നത്. അവന് യേശു എന്ന് പേരിടണം. ആ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞിട്ട് പറയുകയാ. യെശയ്യാ പ്രവചനത്തിലെ വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചാണ് ദൂതൻ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. വായിച്ച് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ചോ. 1 മുതൽ. അവളൊരു മകനെ പ്രസവിക്കും. ദൂതൻ പറയുക യോസേഫിനോട്, അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ രക്ഷിതാവ് എന്ന് പേരിടണം. അടുത്തത്, കന്യക ഗർഭിണിയായി ഒരു മകനെ അതൊരു ഉദ്ധരണിയാ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് യെശയ്യാ പ്രവചനത്തിൽ, യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ ഇത് കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ആമൻ കുറിച്ചു വെച്ച പ്രവചന സൂക്തമാ. അതെടുത്ത് പറയാ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പൊ ശ്രദ്ധിക്കുക, കൂടെ ഇരിക്കുന്നവന്റെ പേരാണ് ഇമ്മാനുവേൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വണ്ടിക്ക് ഇമ്മാനുവേൽ എന്നിട്ടാലൊന്നും കാര്യം നടക്കുകയല്ല. ഇന്നലെ ആണ്ടൊരു പെങ്കൊച്ചു വണ്ടി തടഞ്ഞല്ലോ അല്ലേ? പേരെന്നാ വണ്ടിയുടെ? ഇമ്മാനുവേൽ. 4 പേരെ ഇടിച്ചിട്ട്. ഇമ്മാനുവേൽ ഇടിച്ചിടുന്നാന്നോ? സ്കൂട്ടറെ പോയതിൻ്റെ പുറത്തോടെ ഇമ്മാനുവേൽ ഏറിപ്പോയി. അങ്ങനെ എന്നാ ഇമ്മാനുവേൽ. ഈ പേരിടുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണേ. സ്തോത്രം. ഇമ്മാനുവേല് 2 പേരെ ഇടിച്ചിട്ട് കൊന്ന് കേസാ. അതെന്നാ ഇമ്മാനുവേല്.
നിന്റെ കൂടെ ഇരിക്കുന്നവനായി ഇമ്മാനുവേൽ. സ്തോത്രം. അപ്പൊ കൂടെ ഇരിക്കുന്നവന്റെ പേരാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോട് വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഇക്ഷോണിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഇക്ഷോണിതലേ വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഇക്ഷോണിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഇക്ഷോണിതലേ. അപ്പൊ ശ്രദ്ധിക്കുക, ആ കൂടെ ഇരിക്കുന്നവന്റെ പേര് ഇമ്മാനുവേൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കൂടെ എല്ലാവരും ചിലപ്പോൾ എല്ലായ്പ്പോഴും കണ്ടെന്ന് വരികയല്ല. ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി വാചകമൊക്കെ ചൊല്ലി തന്നപ്പോൾ മരണത്താൽ അല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല. പിള്ളേരും അമ്മയും കൂടെ ചേർന്ന് ഭർത്താവിനെ അപ്പനെ അനാഥശാലയിൽ കൊണ്ട് വിടുക. കൂടെ ഇരിക്കലെന്ന് ഞാൻ തെളിവ് തന്നതാണ് എല്ലായ്പ്പോഴുമേ. അനാഥശാലയിലോട്ട് വിട്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ അപ്പന് മനസ്സിലായത് അപ്പനെ അവിടെ വിടാൻ പോവാന്ന്. ആ പ്രിയ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് ആ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ചു. ഞാനൊരു പേരിടുക, പേരതല്ല. കാരണം അവർ ചിലപ്പോൾ ഓൺലൈനിലുണ്ടെങ്കിൽ വെറുതെ എന്തിനാ മിക്കവാറും തള്ള കാണാൻ സാധ്യതയുണ്ട്. അപ്പം കൈക്ക് മുറുകെ പിടിച്ചേച്ച് പറഞ്ഞു, ഞാൻ പേര് മാറ്റിയിടുക, അന്നമേ നീ എന്നെ ഇട്ടേച്ച് പോകരുതെന്ന്. കൈ കുടഞ്ഞേച്ച് അവർ പിള്ളേരുടെ കൂടെ കാറേ കയറിപ്പോയി. അപ്പനാണ്ട് അനാഥ മന്ദിരത്തിൽ കിടക്കുന്നു. കൂടെ ഇരിക്കുകയല്ലെന്നായി പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല. മനസ്സിലായോ? 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച കുട്ടികളെ പരപുരുഷനുമായിട്ട് ചങ്ങാത്തം കൂടി ആ കൊച്ചുങ്ങളെ ഉപേക്ഷിച്ചു പോയ സ്ത്രീകളുണ്ട്. ഉണ്ട്. ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിച്ചിട്ട് ലൗകിക സുഖത്തിന്റെ തൃഷ്ണയാൽ വേറെ പരസ്ത്രീയുടെ കൂടെ പോയ പുരുഷന്മാരുണ്ട്. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച മാതാപിതാക്കളെ തൂമ്പാ കൊണ്ട് കിളച്ചാ വളർത്തിയത്. ഞങ്ങളുടെ വള്ളാങ്കടവിലെ സണ്ടിച്ചൻ പറയും, തൂമ്പാക്കൈക്ക് പാല് കൊടുത്താ വളർത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിളയ്ക്കുമ്പോൾ തൂമ്പാടെ അറ്റം നെഞ്ചത്ത് വന്ന് മുട്ടും. അപ്പോൾ പുള്ളിയുടെ ഭാഷയാ, തൂമ്പാക്കൈക്ക് മുല കൂട്ടിയാ ഞാൻ പിള്ളേരെ വളർത്തിയെന്ന്. പകല് കിളച്ച് കിട്ടുന്നത് തികയാത്തോണ്ട് രാത്രി നിലാമ്പട്ടത്ത് നിന്ന് കിളയ്ക്കും. പിള്ളേരെ വളർത്താനാ. വിളമ്പി പണ്ടത്തെ കാലമല്ലേ, കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പരാധീനതയുള്ള കുടുംബത്തിൽ ചിലപ്പോൾ തികയത്തില്ല. വലിയ ചിരട്ടത്തവിയാ, കണയുള്ള ചിരട്ടത്തവി. അതിങ്ങനെ നിന്ന് വിളമ്പി 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 വരുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് കാണുകയില്ല. അമ്മ ആരെയും അറിയിക്കത്തില്ല. ആ വെള്ളവും 2 പറ്റുമായിരിക്കും കുടിച്ച്. അങ്ങനെ വളർത്തിയ അമ്മയാ. അങ്ങനെയുള്ള മാതാപിതാക്കൾ പിള്ളേർക്ക് ചുറ്റുപാടുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ ഇപ്പം അന്വേഷിക്കുകയല്ല. അവരെ അനാഥ മന്ദിരത്തിലാണ്, ആശ്വാസഭവൻ. ഒരാശ്വാസവും ഇല്ല. എങ്ങനെ ആശ്വാസം കിട്ടാൻ? സ്തോത്രം. ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കത്തില്ലെന്നായി പറഞ്ഞത്. സ്തോത്രം. മോളി 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 എന്നും പറഞ്ഞ് നിന്റെ പുറകെ വരുന്നത് വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടല്ല. നീ തുണി കഴുകി കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും പുള്ളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ടാ മോളി 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 എന്നും പറഞ്ഞ് പുറകെ വരുന്നത്. നീ പരുവക്കേടായിട്ട് ആശുപത്രി അവസാന അത്യാസന്നതല്ലേ വീട്ടിൽ കിടന്ന പുള്ളി ഹോട്ടലിലും പോകും, നീ ആ കട്ടിലും കിടക്കും. പിന്നെ ചിലപ്പം 2 ചൂട് ദോശ കൊണ്ടുവന്ന് തന്ന എല്ലാവരുടെയും കാര്യമല്ല, മിക്ക ഇടങ്ങളിലും സഹോദരന്മാരും നിരാശ. പണ്ടത്തെ പറഞ്ഞപ്പോൾ മുഖത്തൊരു മ്ലാനത. അച്ഛാ അച്ഛാ അച്ഛെന്ന് പറഞ്ഞ് ഹിന്ദി പറഞ്ഞ് പുറകെ വരുന്നതേ. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞാൽ നീ ബറോഡയിൽ നിന്ന് വന്നതല്ലേ. അച്ഛാ അച്ഛൻ അച്ഛാന്ന് വിളിച്ച് വരുന്നത് വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടില്ല. പേരുക്കുട്ടി ആധാരവും വണ്ടിയും പാസ്പോർട്ടും. ഇപ്പം പിന്നെ റേഷൻ കാർഡ് അവരുടെ പേരില്ല. അപ്പം അങ്ങനെ ആയി. ഇനിയിപ്പോൾ എന്തെല്ലാം കാര്യം അവരുടെ പേര് വരും. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, നന്നായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം. എല്ലായിടത്തും ആത്മാർത്ഥതയില്ല. എന്നാൽ നല്ലതുപോലെ ആത്മാർത്ഥത ഉള്ളവരും ഇല്ലാതില്ല. അവരെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം.
ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കത്തില്ല. എന്നാൽ കൂടെ ഇരിക്കുന്ന ഒരുവനുണ്ട്, നസറേയനാകുന്ന യേശു ക്രിസ്തു. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകത്തില്ല, വെള്ളത്തിൽ കൂടെ പോയാൽ നിന്നെ മുക്കിക്കൊല്ലത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, ഒരു സൈന്യം നിനക്കെതിരെ പ്രളയമിറങ്ങിയാൽ നീ പതറരുത്, അവിടുന്ന് നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുത്തോട് പറ്റി നിൽക്ക്, അവിടുന്ന് നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, നസറേയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ പേരാണ് ഇമ്മാനുവേൽ. അപ്പൊ കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത ഒന്ന്, പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. രണ്ട്, അവിടുത്തെ വിശേഷത അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. ആ 18-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം അല്ലല്ല, മത്തായി സുവിശേഷം 28-18 വാക്യം. ആ കണ്ണികയാണല്ലോ നമ്മുടെ വിഷയം. യേശു അടുത്തു എന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. രണ്ട്, കൂടെ ഇരിക്കുന്നവന്റെ രണ്ടാമത്തെ വിശേഷത അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന് വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ ഇമ്മാനുവേലിന്റെ വിശേഷത സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഈ പ്രകൃതിയുടെ മേലെ അവിടെ നിന്ന് അധികാരമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞു, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകാൻ പറഞ്ഞു. അന്നേരം ശാന്തമായി അടങ്ങി. സ്തോത്രം. സന്ധ്യ ആയപ്പോ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരോടത്തത് ഇനി ഗോസ്പൽ ടൂർ വല്ല. ഗോസ്പൽ ടൂറാ? എന്തിനാ അക്കരയ്ക്ക് പോകുന്നത് ഇവർക്ക് പിടികിട്ടില്ല. പക്ഷേ യേശുവിനറിയാം അക്കരെ ഭൂതം പിടിച്ചെടുത്തുന്നുണ്ട്, അവന് വിടുതൽ കൊടുക്കാൻ പോവുക. പിന്നെ വേറെ പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ അക്കരയ്ക്ക് പോകാമെന്ന് പറയാൻ കാര്യം, പണ്ട് സംഖ്യ 32 ഇവർ ഇക്കരയ്ക്ക് വരാതിരുന്നവരാ. അതുകൊണ്ടാണ് പറഞ്ഞ അവരിക്കരയ്ക്ക് വരുന്നില്ല, നമുക്ക് അക്കരയ്ക്കൊന്ന് പോകാം. ആ ഭാഗത്തോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എല്ലാം ചാടി വള്ളത്തെ കയറി. യേശു വന്നപ്പോൾ യേശുവിന് ഇടയും കിട്ടിയില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അമരത്ത് യേശുവിന് പോലും കസേര കൊടുക്കാത്തൊരു കാലമാണ്. സ്വതന്ത്രം. കൺവെൻഷൻ്റെ മെയിൻ സ്ഥലത്തെല്ലാം ചെല്ലി കയറിയിരുന്ന ഒരു സീനിയർ പാസ്റ്റർ വന്ന അനങ്ങത്തില്ലല്ലോ. ഇപ്പം ഇത് ചർച്ചക്കോടല്ലേ? ദീർഘവർഷങ്ങൾ ചർച്ചക്കോട് ശുശ്രൂഷിച്ചൊരു സീനിയർ പാസ്റ്റർ കയറി വന്നാൽ ഇപ്പോഴത്തെ ചില ആൾക്കാർ ചിലർ അനങ്ങി കൊടുക്കുകയല്ല, ഉടനെ താഴോട്ട് നോക്കിയിരിക്കും. നോക്കുമ്പോഴല്ലേ കയറിയിരിക്കാൻ പറയാൻ. അനങ്ങയല്ല, എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ യേശുവിന് കൊടുക്കുമോ? ഇവരെല്ലാം ചാടി വള്ളത്തെ കയറി. യേശു വന്നപ്പം എനിക്ക് തോന്നുന്നത് ഇനി അതായിരിക്കാം, കർത്താവ് തലകണ വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങി. അമരത്ത് കിടന്നുറങ്ങിയത് വെറുതെ അല്ല. ഈ കാറ്റടിച്ചാൽ ആദ്യം കയറി കാറ്റ് പിടിക്കുന്ന അമരത്താണ്. അതുകൊണ്ടാണ് പ്രശ്നം അവിടെ അമരത്താണ് വരുന്നത്. കുട്ടനാട്ടുകാരനായതുകൊണ്ട് ചില കാര്യം എനിക്കറിയാം, നിങ്ങൾക്കും ചിലർക്ക് അറിയാം. കടലിലോട്ടോ കായലിലോട്ടോ വള്ളം ഇറങ്ങിയാൽ കാറ്റടിച്ചാൽ ആദ്യം കാറ്റ് കയറി പിടിക്കുന്നത് അമരത്താണ്. അമരത്താണ്. അപ്പം അമരം ക്ലിയർ ആക്കണം. അതിനാണ് യേശു അമരത്ത് തന്നെ കയറി കിടന്നത്. എന്ന് പറഞ്ഞാൽ നിയന്ത്രണം അവിടെ നിന്ന് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നത് അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന. അപ്പൊ തിര ഉയർന്നാൽ, കാറ്റ് ഉയർന്നാൽ അമരമാ ഉടയുന്നത്, തകർന്നു പോകുന്നത്. ആ തകരുന്ന ഭാഗം യേശു അങ്ങ് ഏറ്റെടുത്തു. നിന്റെ ജീവിതത്തിന്റെ തകർച്ച യേശു ഏറ്റെടുക്കും. നിന്റെ കുടുംബത്തിന്റെ തകർച്ച യേശു ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ യേശു ഏറ്റെടുക്കും. നീ ആ കർത്താവിന്റെ കരങ്ങളിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇവരെ പടകിൽ അക്കരയ്ക്ക് പോയാൽ കാറ്റ് ശക്തമായി, പറഞ്ഞതുപോലെ തന്നെ കോളും തിരമാലയായി. അപ്പോൾ ഇവർ കർത്താവിനെ ഉണർത്തി, നാഥാ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക്. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ
എന്നെ സഹായിക്കണേ പരിപാലകനെ, എന്നെ സഹായിക്കണേ. കാറുകൊണ്ടാകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. കാറുകൊണ്ടാകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ, എന്നെ സഹായിക്കണേ പരിപാലകനെ, എന്നെ സഹായിക്കണേ പരിപാലകനെ, എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. പ്രകൃതിയുടെ മേൽ അധികാരം. അടങ്ങാൻ പറഞ്ഞപ്പോ അന്നേരം അടങ്ങി. സ്തോത്രം, സ്തോത്രം. രോഗത്തിന്റെ മേലധികാരം. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിച്ചിരിക്കുന്നു. അന്നേരം കുനിഞ്ഞിരുന്ന കുഞ്ഞന്റെ അമ്മ 18 വർഷമായിട്ട് നിവർന്നിട്ടില്ല. മുമ്പേ പറഞ്ഞ പോലെ തള്ളേനെ യേശു ട്രില്ല് കളിപ്പിച്ചുമില്ല. കുഞ്ഞാട്ടെ പൊങ്ങിയാട്ടെ, കുഞ്ഞാട്ടെ പൊങ്ങിയാട്ടെ. കുഞ്ഞന്റെ അമ്മ പിന്നെ ഒരൊറ്റ യോഗത്തിന് വരികയല്ല. യേശു ട്രില്ല് മാസ്റ്റർ അല്ലല്ലോ. അന്നേരം സഭയ്ക്ക് രോഗത്തിന്റെ മേലധികാരം. പൈശാചിക ശക്തികളുടെ മേലധികാരം. സാത്താനെ എന്നെ വിട്ട് പോ. അന്നേരം പോയി. പോകാമോ? എപ്പോഴാ പോകുന്നേ? എന്നാ വന്നേ? അതിനെ നീ പേരെന്നാ? കല്യാണാലോചിക്കാന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. മോൻ കണ്ടിട്ടില്ലേ ചിലടെ വിക്രിയകള്? പേരെന്നാ? എന്ത് ലോകിയമായിട്ടാ? നിന്നെ കത്തിക്കും. അതിനെ പെട്രോൾ ഉണ്ടോ? ചുമ്മാ വട്ടത്തരവല്ല. പേരെന്നാ? ആരാധിച്ചാട്ട് പേര് പറയിപ്പിക്കാനോ? എവിടുന്നാ വന്നേ? എന്ന് പോകും. മനുഷ്യനെല്ലാം ഇരുന്ന് മെനക്കെടുക. യേശു ഇങ്ങനെയൊന്നും ചെയ്തില്ല. സാത്താനെ എന്നെ വിട്ട് അന്നേരം പോവുക. ഭൂതങ്ങളുടെ മേലധികാരം. അവിടുന്ന് പ്രകൃതിയുടെ മേലധികാരം, രോഗങ്ങളുടെ മേലധികാരം, അയ്യോ മരണത്തിന്റെ മേലധികാരം. ലാസറ പുറത്തു വാ. അന്നേരം അവൻ പുറത്തു വന്നെന്നുള്ളത്. ഇതുപോലെ അധികാരമുള്ള ഒറ്റ ഒരുത്തനില്ല. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. അവൻ സകല മുഴങ്കാലം മടങ്ങുന്ന നാമം. ആ നാമത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം, സ്തോത്രം. ഞാൻ ഓടിച്ചങ്ങ് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചങ്ങ് പോകുകയാണ്. ദൈവത്തിന് മഹത്വം. അവിടുത്തെ വിശേഷത ഒന്ന്, നമ്മുടെ വായിക്കുന്നത് അവിടുത്തെ പേര് ഇമ്മാനുവേൽ, നമ്മുടെ കൂടെ. 2, അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. കൂടെ ഇരിക്കുന്ന ദൈവം അധികാരമുള്ളവനാ. 3, അവിടുത്തെ വിശേഷത നമ്മുടെ അടുത്ത് വരുന്നവനാ. ആ 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും. അപ്പൊ ശ്രദ്ധിക്കുക, 3-ാമത്തെ അവിടുത്തെ വിശേഷത അടുത്ത് വരുന്നവനാ. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന ഇടത്തേക്ക് വരുന്നവനാ യേശു. യേശു ഇരിക്കുന്നിടത്തോട്ട് പോകുക എന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഇപ്പൊ അവിടുന്ന് സ്വർഗത്തിലായിരിക്കുന്നത്. എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് തന്നെ വന്നത് എത്ര പേരെ ചോദിച്ചും പറഞ്ഞു ആ വണ്ടി ഇല്ലാതെ. ഇപ്പം ചിന്താഭാരം തിരിച്ചെങ്ങനെ പോകുമെന്നാ. അതൊക്കെ വണ്ടിയില്ലാത്തതിനെ കൊണ്ട് വിട്ടേക്കണം. ആ
നമ്മൾ കണ്ണടച്ച് അകത്തോട്ട് കയറി പോകരുത്. സ്തോത്രം. നമ്മുടെ അടുക്കലേക്ക് വരുന്നവനാ നസറയനാകുന്ന യേശു. നീ ദൈവത്തെ കാണാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ട കാര്യമില്ല. നീ ഇരിക്കുന്ന ഇടത്തേക്ക് വരുന്നവനാ യേശു. സ്തോത്രം. ഇന്ന് രാത്രി കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത നിന്റെ അടുക്കലേക്ക് വരുന്നവനാ. ദൈവത്തിന് മഹത്വം. ആ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കലോട്ട് പോകണ്ട, നമ്മുടെ അടുക്കലേക്ക് വരും. നമ്മൾ ദൈവത്തിന്റെ അടുക്ക ഒന്നും കൊണ്ടുപോകുകയും വേണ്ട. അയ്യോ, ദൈവത്തിൻ്റെ അടുക്കോട് വന്നൊരു പെടക്കോഴി എവിടുന്നേലും ദൈവത്തിന് എന്തിനാ പെടക്കോഴി മുട്ടയിടാനോ? ദൈവത്തിന് പെടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട. സ്തോത്രം. ദൈവത്തിന് ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട. പ്രവാചകൻ ചോദിക്കുന്നത് എന്തോന്ന് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും? വായിച്ചേണ്ട മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമല്ലേ, നമുക്ക് അറിവുള്ള വാക്യമാ. മീഖാ പ്രവചനം 6:6. എന്തോന്ന് കൊണ്ട് അങ്ങോട്ട് ചെല്ലും? അങ്ങോട്ടൊന്നും കൊണ്ട് ചെല്ലണ്ട, ദൈവത്തിൻ്റെ അടുക്കൽ. വായിച്ചേ 6:6. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്. എന്തോ കൊണ്ട് ചെല്ലാനാ? വസ്തു കൊണ്ട് ചെല്ലണോ? ആപ്പിൾ കൊണ്ട് ചെല്ലണോ? മുന്തിരിങ്ങ കൊണ്ട് ചെല്ലണോ? വാഴക്കൊല. ദൈവത്തിന് എന്തിനാണ് ആ കൊല? ദൈവത്തിന് പെടക്കോഴിയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, നിന്റെ വസ്തുവും വേണ്ട, ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. അതാ പ്രവാചകൻ ചോദിച്ചാ എന്തോന്ന് കൊണ്ട് ഞാൻ ദൈവസന്നിധി ചെല്ലും? അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. അത് ഞാൻ എങ്ങനെ കുമ്പിടേണ്ടു? എന്തോന്നും കൊണ്ട് ചെന്ന് കുമ്പിടാൻ? അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവുകളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ഞാൻ കാളക്കിടാവിനെയും ആ ആട്ടുകൊറ്റനുമായിട്ട് ചെല്ലണോ? അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കും. അയ്യോ, 1000 ആട്ടുകൊറ്റനും 10,000 തൈല നദി. തൈല നദി ഒഴുക്കുന്ന ദൈവത്തിന് നിന്റെ തൈലം വേണോ? 100 ഗ്രാം വേണോ? ദൈവത്തിന് വേണ്ട. തൈലം നദി ഒഴുക്കുകയാണ് ദൈവം. 1000 ആട്ടുകൊറ്റൻ. അന്നേരം നമ്മൾ ഞായറാഴ്ച വെട്ടുപാതം വന്നൊരു കിടാവുമായിട്ട് അത് വെട്ടി നിൽക്കുക. 1000 കാട്ടുമൃഗങ്ങളും ജന്തുക്കളും എല്ലാം ദൈവത്തിനുള്ളതല്ലേ, എന്തോന്ന് കൊണ്ട് ചെല്ലും? അടുത്തത്, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അയ്യോ, കൊച്ചുങ്ങളെ നരബലി കൊടുക്കണോ? വേണ്ട. ദൈവത്തിന് പിള്ളേരെ കണ്ടിക്കൊന്നും വേണ്ട, നരബലി വേണ്ട, ഭൗതികമായിട്ട് ഒന്നും കൊടുക്കണ്ട. പിന്നെ അടുത്തത്, മനുഷ്യ. ശ്രദ്ധിച്ചേ മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും അല്ലാതെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ ആടും വേണ്ട, കാളയും വേണ്ട, കഴുതയും വേണ്ട, പട്ടിയും വേണ്ട, പൂച്ചയും വേണ്ട, ഭൗതികം വേണ്ട, വാഴക്കൊലയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, നേന്ത്രക്കായും കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുവിന്റെ വസ്തുവും കൊടുക്കണ്ട. നീ ന്യായം പ്രവർത്തിച്ച് നീതിയോടെ പ്രവർത്തിച്ച് താഴ്മയോടെ ദൈവത്തെ ഭജിക്ക്. അതാ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നീ ദൈവത്തിന്റെ അടുക്കൽ ഇതൊന്നും കൊണ്ടു ചെല്ലണ്ട. നിന്റെ അടുക്കലേക്ക് വരുന്നവനാ ദൈവം. അതിലൂടെ വായിക്കുന്ന കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത യേശു അടുത്ത് ചെന്ന ആ വാക്യം ഒന്നോട് വായിച്ചോ. 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. കൂടെ യേശു അടുത്ത് ചെന്നു. ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വരുന്നവനാ കൂടെ ഇരിക്കുന്ന ദൈവം. 1, അവിടുത്തെ പേര് ഇമ്മാനുവേൽ. 2, സകലത്തിന്മേലും അധികാരമുള്ളവൻ. 3, നിന്റെ അടുത്ത് വരുന്നവൻ. 4, അവിടുത്തെ കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത ആരാധനക്ക് യോഗ്യനാ. അവിടുന്ന് ആരാധനയ്ക്ക് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസനെ. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നവന്റെ യോഗ്യത അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ.
സ്തോത്രം. വിവരിക്കാൻ നേരമില്ല. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, പല്ലിയും പട്ടിയും പൂച്ചയും താറാവിനെയും കോഴിയും ഒന്നിനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, പ്രകൃതികളെ ചരാചരങ്ങളെ ഒന്നിനെ ആരാധിക്കരുത്. ആ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം തമ്പുരാനാ. ദൈവത്തെ മാത്രം ആരാധിക്കണം. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ഓ സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളോ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. ഓ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. ഓ മഹത്വത്തിനു സ്തോത്രയാഗത്തിനു യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവന്റെ പേര് ഒന്ന് ഇമ്മാനുവേൽ, രണ്ട് സകലത്തിന്മേലും അധികാരമുള്ളവൻ, മൂന്ന് നമ്മുടെ അടുത്ത് വരുന്നവൻ, നാല് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ വ്യക്തിയാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം, ദൈവത്തിന് സ്തോത്രം, ഈ കൂടെ ആരുടെ കൂടെയായി ഇരിക്കുന്നത്? എല്ലാവരുടെയും കൂടെയാന്ന് ചിന്തിക്കരുത്. ആ കണ്ണികയിൽ നിന്നുകൊണ്ട് ആരുടെ കൂടെയാണ് യേശു ഇമ്മാനുവേൽ ഇരിക്കുന്നത്? അവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, ശിഷ്യന്മാരുടെ കൂടെയാണ് യേശു ഇരിക്കുന്നത്. ആ 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ശിഷ്യവൃന്ദങ്ങളുടെ കൂടെയാണ് യേശു ഇരിക്കുന്നത്. ഈ ആദിമ നൂറ്റാണ്ടിൽ വിശ്വാസികളെന്നല്ല പറയുന്നത്, ശിഷ്യന്മാരെന്നാണ്. ആ ശിഷ്യന്മാരുടെ കൂടെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ശിഷ്യന്മാർക്ക് ചില യോഗ്യതകളുണ്ട്. ആ കണ്ണികയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന്, അവരെ അനുസരണമുള്ളവരായിരിക്കണം. അനുസരണമുള്ളവരുടെ കൂടെ ഇമ്മാനുവേൽ ഇരിക്കൂ. ആ 16-ാം വാക്യം വായിച്ചേ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവിനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അപ്പൊ ഒരാളെന്നോട് ചോദിച്ചു, യേശു മലയ്ക്ക് പോയോ? അപ്പൊ പണ്ട് മുതലേ എല്ലാവരും മലയ്ക്ക്, ഏത് മലയാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കൊരട്ടിമലയല്ല, കുരിശുമലയല്ല, പരിമലയല്ല, പിന്നെയോ ഒലിവുമലയാ. തെറ്റിദ്ധാരണ വരരുത്, അതിനാ ക്ലിയർ ആക്കുന്നത്. ഒലിവുമലയ്ക്കാ പോയത്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഒലിവുമലയിൽ വരണം. അവർ ഒലിവുമലയ്ക്കാ പോയത്. ടി കെ ശൗമൽ സാറ് പാടിയ ഒരു പാട്ടിൻ്റെ ഒരു വരിയുണ്ട്, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ചരണമുയർന്നു ഗഗനേ ഗതനായി പാദനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേ ഗതനായി പാദനരികിലമർന്നുതാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാരുടെ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. ആ ശിഷ്യന്മാരുടെ വിശേഷത, യോഗ്യത, അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, അനുസരണമുള്ളവരായിരിക്കണം. ദൈവമക്കൾ അനുസരണമുള്ളവരായിരിക്കണം. സഭയിലെ ശുശ്രൂഷകൻ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. ഇത് പറയുന്നതിന് മുന്നേ കയറി കൊമ്പ് കോർത്ത് ഉടനെ അടിയന്തര പാസ് ഇല്ലാതെ ഒരു കമ്മിറ്റി കൂടി
ഉടനെ ഡിസ്ട്രിക്ട് കൊണ്ട് പരാതി കൊടുത്തു. ഡിസ്ട്രിക്റ്റിന് ഉടനെ മുളക്കുഴയ്ക്ക് പോയി, നീ ഒന്നും ഗുണമാകുകയല്ല. ആ ഇരിക്കുന്ന ശുശ്രൂഷകൻ ദൈവകൃപയെ ശരണപ്പെട്ട് വചനപ്രകാരം വചനത്തിന് നിരക്കുന്ന കാര്യം പറയുമ്പോൾ ആ നടത്തിപ്പുകാരെ അനുസരിക്കണം. അനുസരിച്ചാലേ ദൈവം കൂടെ ഇരിക്കും. അനുസരണമില്ലാത്ത ആരുടെയും കൂടെ ദൈവം ഇരിക്കുകയില്ല. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കണം. വേണ്ടേ? വേണം. ഇപ്പം പിന്നെ പിള്ളേരെ പേടിച്ചാൽ എല്ലാവരും ജീവിക്കുന്നത്. എവിടെ പോകുന്നടാ ഉടനെ അവൻ ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്തോ തന്തയാ? എന്തോ അപ്പനാ? എടാ, പിള്ളേരെ പേടിച്ചല്ല അപ്പനും അമ്മയും ജീവിക്കണ്ടേ. അപ്പനെയും അമ്മയും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും പിള്ളേർ ജീവിക്കണം. അതാ വേറെ പുസ്തകത്തിൻ്റെ പ്രമാണം. അവനോട് അങ്ങനെ പറയാനൊക്കത്തില്ല. അവനെ ക്ഷിപ്രകോപിയ. പിന്നെ നല്ല പെരുകു കൊടുക്കാഞ്ഞിട്ടാ. ഇപ്പം പിന്നെ പിള്ളേരെ തല്ലാനും വേറെ പുസ്തകം പഠിപ്പിക്കുന്ന പിള്ളേരെ തല്ലണമെന്നാ, തല്ലി വളർത്തണമെന്നാ. ചുമ്മാ തല്ലുകയും ചെയ്യരുത്, കാരണമില്ലാതെ തല്ലുകയും ചെയ്യരുത്. പൊട്ടിപ്പോകത്തക്ക തല്ലെന്ന അങ്ങനെ ആ പുസ്തകത്തിൻ്റെ വാക്യം. അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്യത്തിൽ എഴുതി ഇത്ര ആയത്തിൽ അടിക്കാം, അങ്ങനെ പുസ്തകത്തിൽ വാക്യമുണ്ട്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, വളർത്തേണ്ട സമയത്ത് വളർത്തണം, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, കരുതേണ്ട സമയത്ത്, അതിനെല്ലാം പുസ്തകത്തിൽ വാക്യമുണ്ട്. അനുസരിക്കണം. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെ വിളി, അടി ആ തോരനെന്ന് അരിഞ്ഞേ. അനുസരിക്കണ്ട? അനുസരിക്കണം. അമ്മ അടുക്കളയിൽ കടന്ന് കന്ന് പണിയും പോലെ പണിയുക. അവളിങ്ങനെ മൊബൈലിൽ മാന്തിയും തോണ്ടി. അതൊരു നല്ല കുടുംബ പശ്ചാത്തലമല്ല. മനസ്സിലാകുന്നുണ്ടായി പറയുന്നത്. അനുസരിക്കണം. ഒരു സഭയിൽ കൂടി വന്നാൽ ആ സഭയിലെ നടത്തിപ്പുകാരെ അനുസരിക്കണം. ഒരു ഓഫീസിൽ ജോലി കിട്ടിയാൽ ആ ഓഫീസിൻ്റെ നിയമങ്ങളുണ്ട്, അതനുസരിക്കണം. മനുഷ്യനെ ശങ്കയും വേണം, ദൈവത്തെ ഭയവും വേണം. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മക്കൾ അവരെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ വേദപുസ്തക പ്രമാണമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ, അതൊക്കെ വേദപുസ്തകത്തിൻ്റെ പ്രമാണമാണ്. ഇതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കണം. അതല്ലേ ശൗമന്റെ പുസ്തകത്തിൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും അല്ലതാ. അനുസരിക്കണം. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം വെച്ചിരിക്കുന്നു. ആട്ടെ, അപ്പോൾ കൂടെ ഇരിക്കുന്ന ആരുടെ കൂടെ ഇരിക്കും? ഒന്ന്, അനുസരിക്കുന്നവരുടെ കൂടെ ഇരിക്കും. രണ്ട്, ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ സംശയമില്ലാത്തവരുടെ കൂടെ ഇരിക്കും. സംശയമുള്ളവന്റെ കൂടെ ഇരിക്കുകയല്ല. അതിന്റെ 17 വാക്യം വായിച്ച ശിവപാസെ 17. ചിലരോ സംശയിച്ചു, അല്പം കൂടെ മുള്ളോട്ട് കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. ചിലര് സംശയിച്ചു. അപ്പൊ സംശയിച്ച കുറെ ആൾക്കാരുണ്ട്, അവരുടെ കൂടെ ദൈവം ഇരിക്കത്തില്ല. അതിന് മറുവശമാ, സംശയിക്കാത്തവരുടെ കൂടെ ദൈവം ഇരിക്കും. നീ സംശയിക്കരുത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നോട് നിലവിളിക്കുന്നവർക്ക് മറുപടിയും വിടുതലും കൊടുക്കുന്നത് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പോഴും പെന്തിക്കോസ് വന്നിട്ട് സംശയമാ. സ്വർഗം ഉണ്ടോ അമ്മമ്മേ? പാസ്റ്റർമാരെല്ലാം പറയുന്ന ഉണ്ടെന്ന്. പിന്നെ മറ്റേ അമ്മാമ്മ, എൻ്റെ മേരിക്കുട്ടി സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ. എന്നിട്ട് ഞായറാഴ്ച വന്ന് തുമ്പി തുള്ളും പോലെ തുള്ളുക. സംശയമാണ്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന നമ്മാമ്മ പുസ്തകത്തിലുണ്ട്. ഞാൻ ഈയിടെ വായിച്ചു. ഞാനങ്ങനെ വായിക്കുന്നതല്ല, പക്ഷെ ഈയിടെ ഉറക്കം വരാതിരുന്നപ്പോൾ തുറന്നപ്പോൾ അവിടെ വാ കിട്ടിയത്. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിട്ട്. സംശയം മോഹം കാണുമ്പോൾ അറിയാൻ സംശയമാണ്. പിന്നെ എന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് മകളെ നിന്നൊന്നും വിളിക്കണ്ട. എന്തിനാ മോളെ? എൻ്റെ മോളല്ലല്ലോ. നല്ല മോന്ത കാണുമ്പോൾ അറിയാം ഒരു വിശ്വാസവും. സംശയം ഇപ്പോഴും സംശയിക്കുന്നവരുടെ കൂടെ ഇമ്മാനുവേൽ കാണത്തില്ല, വിശ്വസിക്കുന്നവൻ്റെ കൂടെയുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ജീവനുള്ളൊരു ദൈവമുണ്ട്. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാ. അവിടുന്ന് സംരക്ഷിക്കുന്ന ദൈവമാ. അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാ. അവിടുന്ന് നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. അലകൾ പടകിൽ അടിച്ച
ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ നരികിലുണ്ട്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ ഓ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രാമം പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമാം ദേശത്തു പോകുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ആരുടെ കൂടെ ഇരിക്കും? ആമേൻ. ഒന്ന്, അനുസരിക്കുന്നവരുടെ കൂടെ ഇരിക്കും. രണ്ട്, സംശയിക്കാത്തവരുടെ കൂടെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. ഇനി ആ കണ്ണികക്കകത്ത് നിന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, സ്നാനപ്പെടുത്തുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കും. 19 വാക്യം വായിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ, മത്തായി 3-ാം അധ്യായം കൂടെ എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ, ആരുടെ കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ സ്നാനപ്പെടുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കും. എന്തോ സ്നാനം? വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. അതിനെ വെള്ളത്തിൽ മുക്കുന്നേ. അങ്ങനെ യേശു കാണിച്ചു തന്നെ. യേശു പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് അന്ത്രയോസ് വന്നാട്ടെ. മത്തായി യേശുവിനെ ആരും എടുത്തോണ്ടും അല്ല വന്നത്. കരയരുത്, ഇപ്പൊ സ്നാനപ്പെടുത്താം ബാവോ. പുള്ളി അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ, കരയരുത്. പുള്ളി സ്റ്റെപ്പ് ഇറങ്ങി വരണ്ടേ മേളിൽ നിന്ന്? നടന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഷിജു മനസ്സിലായോ? ദാസനാനും കേസനാനും വേറെ കേസാ. സ്തോത്രം. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാർ തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. അപ്പൊ യേശുക്രിസ്തു നല്ല മാതൃക കാണിച്ചു. അവിടെ നിന്ന് നടന്നാ വന്നേ, അല്ലാതെ യേശുവിനെ എടുത്തോണ്ട് വന്ന് തളിച്ച് മെഴുക്കിയേച്ച് കൊണ്ടുപോയതല്ല. അവിടെ നിന്ന് നടന്ന് വന്ന് യോർദാനിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. യേശുവും ചിലരെ സ്നാനപ്പെടുത്തി.
പിന്നെ അത് യോഹന്നാൻ്റെ ശിഷ്യന്മാരുമൊക്കെ അറിഞ്ഞപ്പോൾ കർത്താവ് ആ ശുശ്രൂഷ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നടത്തിക്കുമെന്നും പറഞ്ഞ് യേശു പോയി. അതാണ് വേദപുസ്തക പ്രമാണം. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, നിമജ്ഞനമാണ്, മുങ്ങണം. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടവരുടെ കൂടെ ഇരിക്കും. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനം. കടുംപിടുത്തമൊന്നും പിടിക്കരുത്. ഇനി കാലം ചിലപ്പോൾ അധികം സമയം കിട്ടിയെന്ന് വരികയില്ല. ഇനിയും യോഗം ഉണ്ടല്ലോ, ആ യോഗം മിക്കവാറും കാണും. നമ്മളുണ്ടോ എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഏത് സമയത്തും എന്നെ നിങ്ങളെ മരണം പിടികൂടും. മരണത്തിൻ്റെ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. അതിന് നല്ല അവസരം ദൈവം ഒരുക്കി തരിക. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചങ്ങ് നിർത്തുക. കർത്താവിന് മഹത്വം. അടുത്തത്, ആരുടെ കൂടെയാണ് അവിടെ നിന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കന്യകയോടുള്ള ബന്ധത്തിൽ നാലാമത്തെ കാര്യം, ഉപദേശം പറയുന്നവരുടെ കൂടെയാണ് അവിടെ നിന്നിരിക്കുന്നത്. 20-ാം വാക്യം വായിച്ചേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. അവൾ ആരുടെ കൂടെ ഇരിക്കും? നല്ലതുപോലെ ഉപദേശം പറയണം. അവരുടെ കൂടെ ആയിരിക്കുന്നേ. ചുമ്മാ ആൾക്കാരെ കിട്ടി തുള്ളിക്കുകയും ചാടിക്കുകയും ബഹളം ഉണ്ടാക്കിയവരുടെ കൂടെ ഒന്നും ദൈവം ഇരിക്കുകയില്ല. ദൈവം ഉണ്ടെന്നും പറഞ്ഞ് തുള്ളാം. ദൈവം വന്നേന്നും പറഞ്ഞ് കുറേ പേര് തുള്ളിയായിരുന്നല്ലോ. അപ്പം നാട്ടുകാർ ചോദിച്ചാൽ എന്തുവാടാ പതിവില്ലാത്തൊരു ബഹളം അവിടെ, ഓളിയോ എല്ലാം കൂട്ടി അടിച്ച് പെരുക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ദൈവം വന്നെന്ന് പറഞ്ഞ്. അതിന് ദൈവം വന്ന് ഭയങ്കര ബഹളം അവിടെ. ദൈവം വന്നേ എന്നും പറഞ്ഞു. ദൈവം വന്നെന്നും പറഞ്ഞ് എല്ലാം കൂടെ കിടന്ന് തുള്ളി. പക്ഷേ ദൈവമൊന്നും ആ ഏരിയയിലോട്ട് പോയില്ല. ദൈവം പോയില്ലെന്നുള്ളത് മാത്രമല്ല, പെട്ടകം ബലിസരി പിടിച്ചോണ്ടും പോയി. പെട്ടകം ബലിസരി പിടിച്ചോണ്ട് പോയി. ദൈവം ഉണ്ടെന്നും പറഞ്ഞ് തുള്ളിയ 2 എണ്ണം താണ്ട കിടക്കുന്ന തിത്തൈ എന്നും പറഞ്ഞ് താഴെ ഹൊപ്പനിയും പിനേകാസും. ദൈവം വന്നെന്ന് പറഞ്ഞവൻ്റെ വെമ്പള പ്രസവിച്ച് അവൾ അതോടെ തീർന്നു. ഒരു കൊച്ചനെയും പെറ്റിട്ടു. ഈഖാബോധ്. അതോടെ മഹത്വവും പോയി, ദൈവവും പോയി, മഹത്വവും പോയി. പക്ഷേ അടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഓളിയോ എല്ലാം കൂടി ഇട്ട് അടിച്ചു ദൈവം വന്നെന്നും പറഞ്ഞ് ഇങ്ങനെ വലിയ പോര് കാണാൻ നിൽക്കും പോലെ. ദൈവം ഒന്നും അവിടെ വന്നില്ല. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഉപദേശം കർക്കശമായി പറയണം. സത്യ ഉപദേശം, ശരിയായ ഉപദേശം നന്നായിട്ട് പറയണം. അതിനാരുടെ മുഖം നോക്കരുത്. അയ്യോ അച്ചായൻ എന്നാ ഓർക്കും, അമ്മാമ്മ എന്നാ ഓർക്കും. അമ്മാമ്മ അച്ചായനും അല്ലല്ലോ. നീ ദൈവസന്നിധി ഒറ്റയ്ക്ക് നിന്ന് കണക്ക് കൊടുക്കേണ്ട സമയമുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കണം. ഞാൻ കർത്തദാസന്മാരോട് പറയാം, സഭയിൽ കാശുള്ള അച്ചായൻ കാണും, കാശില്ലാത്തവൻ കാണും, ബിസിനസ്സുകാരനും കാണും, ടൈറ്റ് കൂടുതൽ. അതൊന്നും അതൊക്കെ കിട്ടുന്നെങ്കിൽ മേടിച്ചോ, കൊടുത്തോ. നമ്മുടെ വിഷയം അതല്ല, കാര്യം തീർത്ത് പറയണം. അയ്യോ ഞാൻ ഈ ഉപദേശം പറഞ്ഞ അവറാച്ചായൻ സഭ വിട്ട് പോട്ടെ, തുമ്മിയാത്രയ്ക്ക് മൂക്കാന്നേ. ഈ അവറ ഇരിക്കുന്നത് കൊണ്ടാ വേറെ 2 എണ്ണം ഇതിനകത്ത് വരാത്തെ. അവൻ എന്ന് ഇതിനകത്ത് കയറി അന്ന് ഇതിൻ്റെ മണ്ടയടഞ്ഞതാ. മനസ്സിലാകുന്നുണ്ടോ? അവരായും കറിയായ അച്ചാമ്മയും കൊച്ചമ്മയും എന്നും പറഞ്ഞ് പേടിച്ച് ഉപദേശം പറയാതിരിക്കരുത്. ഉപദേശം കർക്കശമായി പറയണം. അവിടുന്ന് കൽപ്പിച്ച ഉപദേശം തീർത്ത് പറയണം. അങ്ങനെ പറയുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവിടുന്ന് നിന്റെ കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു പഠിപ്പിച്ച ഉപദേശം പറയണം. എന്തുവാ കർത്താവ് പഠിപ്പിച്ച ഉപദേശം? ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിക്കണം. അല്ലാതെ ഇവിടെ അടി കൊണ്ടോടനെ വിളിക്കാവുന്നതിനെല്ലാം വിളിച്ചു രാത്രി ഒരു ജീപ്പ് ആള് കുറുവടിയായിട്ട് എന്ന് മറ്റവനെ, അതാണോ ഉപദേശം? നമുക്ക് മുണ്ടക്കയത്ത് നിന്ന് പിള്ളേരെ ഇറക്കണം. എന്തിന്? മുണ്ടക്കയത്ത് പിള്ളേർ വേറെ സ്ഥലത്തോട്ട് പോയി. അന്ന് നമുക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് കൊച്ചുങ്ങളെ മുളക്കൊടിയിലും കുമ്പനാട്ടും പുനലൂരെല്ലാം പിള്ളേർ ഇറക്കുന്നതാണോ ഉപദേശം? ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും പിടികിട്ടുകയില്ല. നിങ്ങൾക്ക് ചിലർക്ക് പിടികെട്ട് കാണുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഷായിച്ചാൻ ഇരുട്ടത്താന്നിലിരുന്ന് ചിരിക്കുന്നുണ്ട്. എടാ, മുളക്കുടയിലും കുമ്പനാട്ടും പുനലൂരും തിരുവല്ലായിലും ഉണ്ടല്ലോ പല സ്ഥലങ്ങളെ. ദേവലോകത്തും അങ്ങോട്ടത്തെ ദേവലോകമല്ല, അല്ല കോട്ടയം സൈഡിലെ ദേവലോകം. അവിടെയും ഗുണ്ടയുണ്ടോ? അവിടെ ഗുണ്ടയൊന്നുമില്ല, ദൂതന്മാരേ ഉള്ളൂ. ഇവിടുത്തെ സഭാകേന്ദ്രങ്ങളിലെ
കസേര കിട്ടാൻ വേണ്ടി, കസേര പോകാതിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കുന്നതല്ല യേശുവിൻ്റെ മാതൃക, യേശുവിൻ്റെ ഉപദേശം. അവിടുത്തെ ഉപദേശം ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണിച്ചു കൊടുക്കണം. അതല്ലേ ഉപദേശമാരെ നട റോഡിലിട്ട് പൂരെ ആടി കൊള്ളുമ്പോൾ സ്തോത്രം പറഞ്ഞേച്ച് പോകുന്നതല്ല. അല്ല തിരിച്ചടിക്കാൻ അറിയാൻ മേലായിട്ടോ ആക്കമില്ലായിട്ടാന്നോ? എനിക്ക് ആക്കമില്ല, എന്നെ അടിച്ചാൽ നിന്ന് കൊള്ളുകല്ലാതെ അടിക്കാനും ഉണ്ടല്ലോ. നാളെ ഒരാൾ പറഞ്ഞ് തല്ലാനുണ്ട്. ഇമ്യോ മാസ്റ്റർ ഒന്നും തലവറ്റായിരിക്കില്ല, നിന്ന് കൊള്ളുകല്ലാതെ. എൻ്റെ കാരണം പറയാം, തിരിച്ചടിക്കുന്ന മാർഗമല്ല നമ്മുടെ മാർഗം. അതാ യേശു പഠിപ്പിച്ച ഉപദേശം. ഇത് കർക്കശമായി പറയണം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം, അതാ ഉപദേശം. നിന്റെ സ്നേഹിതൻ ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക, അതാ ഉപദേശം. ഉടുപ്പ് ചോദിക്കുന്നവന് പുറപ്പൂടെ കൊടുക്കണം, അതാ ഉപദേശം. സ്തോത്രം, സ്തോത്രം. ആ ഉപദേശം യേശു പഠിപ്പിച്ച ഉപദേശം നന്നായിട്ട് പറയണം. ദൈവത്തിന് മഹത്വം. ഉപദേശം പറഞ്ഞപ്പോൾ ഒരു പരുവക്കേട് പോലെ തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഉപദേശം ദൈവദാസന്മാരോട് പറയാം, സഭയിൽ കർക്കശമായ ഉപദേശം പറയണം. IPC ചർച്ചക്കോടിന്നോ അസംബ്ലീസോ മുടക്കുന്ന അങ്ങ് മുടക്കട്ടെ, സ്വർഗം മുടക്കത്തില്ലല്ലോ. പ്രചാരമായ ഒരു പാട്ടുണ്ട്, ബി നാഗൽ എഴുതിയ പാട്ടാണ്. അതിൻ്റെ ഒരു ചരിത്രം പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. ജർമ്മനിയിൽ നിന്ന് ആ മിഷണറി ഇവിടെ വന്ന്, അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഒരു മാസം ഒരു ചെറിയ തുക അന്നത്തെ കാലത്ത് ഈ നാഗൽ സാഹിബിന് അയച്ചു കൊടുക്കും. അതുകൊണ്ട് അപ്രേക്ഷിത വേല, കാളവണ്ടിയിലാണ് യാത്ര. അങ്ങനെ ഇവിടെ വേല ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ നല്ല ബിരുദന്മാരാ. ഈ നാഗൽ സാഹിബുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം വന്ന് അന്നത്തെ കാലത്ത് ഇവർ ജർമ്മനിക്ക് കത്തെഴുതി. ഇവിടുത്തെ വിദ്വാന്മാർ അന്നേ ഉണ്ടായിരുന്നു ഈ കുരുക്കും കുന്നായ്മയല്ല. ചില പറഞ്ഞു പിതാക്കന്മാരുടെ കാലം, പിതാക്കന്മാരുടെ വിചാരമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ചില പറഞ്ഞു പിതാക്കന്മാരുടെ ഒരു വിശേഷം ഇപ്പം അധികം പറയാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നല്ല പിതാക്കന്മാരായിരുന്നു മിക്കതും. അന്ന് കത്തെഴുതി, കോള് കൊള്ളിച്ചെഴുതി. കത്ത് ജർമ്മനി കിട്ടിയപ്പം ഈ ബി നാഗൽ എന്ന് പറയുന്ന മിഷണറിക്ക് എല്ലാ മാസവും ജർമ്മനിയിൽ നിന്ന് അയച്ചുകൊണ്ടിരുന്ന ആ നന്മ മുടങ്ങി. അത്ര എഴുത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നത്. കുറേ നാൾ കഴിഞ്ഞിട്ട് ആ മാസം കിട്ടുന്നത്, ആ ശമ്പളം കിട്ടുന്നില്ല ഇവിടെ. അതുകൊണ്ട് വേല ചെയ്യല്ലേ. അദ്ദേഹം തിരിച്ച് കത്തെടുത്ത് ചോദിച്ചോ പറഞ്ഞു, നിങ്ങളുടെ പേര് വെട്ടിയെന്ന്. അത്ര എടുത്താ നമ്മുടെ ആൾക്കാർ ഇവിടുന്ന്. സാഹിബ് യേശുവിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു. കത്തെഴുതിയവരോടും തനിക്കെതിരെ ഗൂഢപ്രയോഗം നടത്തിയവരോട് എതിർത്തും കയർത്തും ഒന്നും പറഞ്ഞില്ല. സാഹിബ് അന്നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചേച്ച് ഒരു പാട്ടിൻ്റെ വരി എഴുതി. ആ വരി ഇതാ, പ്രചാരമുള്ള വരിക, നിങ്ങൾക്കറിയാൻ, ചേർന്ന് പാട്. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. എന്തോ നല്ല പാട്ടാ. ഇവിടെ പേര് വെട്ടിക്കാണും, പക്ഷെ എൻ്റെ പേര് നീ അവിടെ എഴുതി. പാടാൻ നേരമില്ല. എനിക്ക് അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അങ്ങ് വെളുക്കോളം പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കണ്ണ് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം തിരുവോണമൊക്കെ ആയതുകൊണ്ട് അവർ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവിടെ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ നോക്കട്ടെ. സ്തോത്രം.
മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പേര് പറ്റിയതിൽ എനിക്ക് ഖേദമില്ല, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ അടുത്തൊരു വരിയുണ്ട്, പാടുന്നില്ല. എന്നാമം മായ്ച്ചു കാലവാ പിശാചിനാൽ അസാധ്യം. എന്നാമം മായ്ച്ചു കാലവാ പിശാചിനാൽ എന്തോ നല്ല വരികളാ. ഈ നല്ല ഈടുറ്റ ഗാനങ്ങളാ കിടക്കുന്നത്. നീ എന്നാലും ചുമ്മാ മെനക്കേട് പാട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക, വെറുതെ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എല്ലാ പാട്ടുകാരുടെയും കാര്യമല്ല പറഞ്ഞത്. എന്ത് നല്ല പാട്ടാ ഭക്തന്മാർ അനുഭവത്തിൻ്റെ തീച്ചുളയിലേക്ക് പോയി എഴുതി വച്ചിരിക്കുന്നത്. അതൊന്ന് പഠിച്ച് പാടുക, അകത്തിപ്പോഴും കത്തലുണ്ടാകും, ഒരു ചൈതന്യം ഉണ്ടാകും. കർത്താവിന് മഹത്വം. അതുകൊണ്ട് പറയട്ടെ, ഉപദേശം കർക്കശമായി പറയുന്നവരായിരിക്കണം. അതിനാരെയും നോക്കരുത്, ആരെയും പേടിക്കരുത്, വേഗത്ത് നിർത്താം. അഞ്ചാമത്തെ കാര്യം, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരുന്നാൽ കൂടെ ഇരിക്കത്തില്ല, പുറപ്പെട്ടു പോകണം. 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും. ആകയാൽ നിങ്ങൾ പുറപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടിയിരിക്കുന്നവരോട് കൂടെ ദൈവം ഇരിക്കുകയല്ല, നേടുക നടക്കണം. അവസരം കിട്ടിയാൽ ഓടി നടന്ന് സുവിശേഷം അറിയിക്കണം. അവസരം കിട്ടിയാൽ അപ്പുറത്തെ വീട്ടിൽ ചെല്ലണം. അവരുമായിട്ട് പിണങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറുന്നു. അതിര് തർക്കം അവരുമായിട്ട്. ഒരു ചുവടിഞ്ഞോട്ട് എടുത്താൽ നിന്റെ കുതികാല് ഞാൻ വെട്ടും. ഉടനെ അവൻ ചോദിക്കാം, നിങ്ങൾ സ്വർഗത്തിൽ പോകാണ്ടിരിക്കില്ലേ? സ്വർഗത്തിലൊക്കെ ഞാൻ പിന്നെ പൊക്കോളാം, എൻ്റെ വസ്തുവിലെങ്ങാനും തൊട്ടാൽ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല. നിനക്ക് ചുണയുണ്ടോ ഒരു ചുവട് ഇടിഞ്ഞോട്ട് എടുക്കാൻ? ഉടനെ അവൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിലൊക്കെ പോകുക അതൊക്കെ രണ്ടാമത്തെ കാര്യം. എൻ്റെ വസ്തുവിലെങ്ങാനും കയറിയാൽ നിന്നെ ഞാൻ. അവൻ പിന്നെ പേടിച്ചങ്ങ് പോയി. എന്നിട്ട് മാപ്പിളയും പെമ്മളും കൂടെ സഭയിൽ വന്നിച്ച് തമ്പേറിനടിക്കുക, എൻ്റെ ദേശം ഈ വിടയാൽ അവൻ 5 ഇഞ്ചിൻ്റെ മെറ്റിൽ നിന്നെ എറിഞ്ഞ് താഴെ ഇടും. ഇല്ലേ, എറിയണം. 5 ഇഞ്ചിൻ്റെ മെറ്റിൽ, ചെറിയ 2.5 ഇഞ്ചിൻ്റെ എടുക്കരുത്, ഏക്കുകയല്ല, 5 ഇഞ്ചിൻ്റെ. ഉന്നമുള്ളവനാണെങ്കിൽ സൂച്ച നിന്റെ ഉച്ചയ്ക്ക് കൊള്ളണം. സഭയെ വന്ന് പാടുക, എൻ്റെ ദേശം. എന്നിട്ട് അന്ന് രാവിലെ 7:30 അതിരുന്ന് തർക്കം ഉണ്ടായത്. മനസ്സിലാകുന്നുണ്ടാവല്ലോ? ഒരു സ്ഥലത്ത് മാത്രം കൂടിയിരിക്കരുതെന്ന്, പുറപ്പെട്ടു പോകണം. കർത്താവ് അങ്ങനെ പറഞ്ഞു, പുറപ്പെടുവീൻ, ചെന്നായ്ക്കണ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക. ശത്രുവിന്റെ സകല ബലത്തെയും അവൻ ചവിട്ടുവാൻ തകർക്കുവാൻ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുക. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ ഓടി നടന്ന് സുവിശേഷം അറിയിക്കണം. അംഗീകരിക്കാതിരിക്കാതെ അവനവൻ്റെ ഇഷ്ടം. പറയേണ്ട കടമ നമ്മുടെ. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ചെറിയ ഹോളും വെച്ച് ഒരു പഴയ തമ്പാറ് മേടിച്ച് ടിൻ 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 അങ്ങനെ അടിച്ചിരിക്കാനല്ല. സ്തോത്രം. ആത്മാക്കളെ നേടണം, സുവിശേഷം അറിയിക്കണം, ഓടി നടന്ന് യേശുവിനെ സാക്ഷിക്കണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ തീരുമാനമെടുക്കണം. സ്തോത്രം. വലിയ തിയോളജി ഒന്നും മറക്കണ്ട. ഇത്രയും പറഞ്ഞാൽ മതി. യേശു രക്ഷിക്കും, യേശു ക്രിസ്തു സമാധാനം നൽകും, യേശു സൗഖ്യം തരും, യേശു ക്രിസ്തുവിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരും. ഞാനത് അനുഭവിക്കുന്നയാളാ. ഇത്രയും പറഞ്ഞാൽ മതി. ടൈം ആയെങ്കിൽ ദൈവം അവനോട് ഇടപെട്ടോളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ കൂടെ അല്ല, അവൻ അയക്കപ്പെടുന്നവർ പുറപ്പെടുന്നവരുടെ കൂടെയാണ് അവിടെ നിന്നിരിക്കുന്നത്. ഇനി ആരുടെ കൂടെയാണ് അവിടെ നിന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗത്തെ മാത്രം കൂട്ടുന്നവരുടെ കൂടെ ദൈവം ഇരിക്കുകയല്ല. അവിടെ ഒരു പദമുണ്ട്, സകല ജാതികളെയും. 20-ാം സകല ജാതികളെയും ശിഷ്യരാക്കി. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തെരഞ്ഞെടുത്ത് പമ്മി കൂടുന്നവരുടെ കൂടെ ദൈവം ഇരിക്കുകയല്ല. അതാരുടെ സഭയാ? അത് കാശുകാരെല്ലാം കൂടെ കൂടുന്ന സഭയാ. അവിടെ ഒന്നും ദൈവം വരികയല്ല. ഇതാരാ? അത് കാശില്ലാത്തവരെല്ലാം കൂടെ 2 തലത്തുമില്ല.
അത് ഏത് സമയ? അത് വെളുത്തവരെല്ലാം കൂടെ കൂടുന്ന, പുള്ളി അറിഞ്ഞ കേസേ അല്ല. ഇതോ അത് കറുത്തവരെല്ലാം കൂടെ കൂടുന്ന കൂട്ടം. ഇത് രണ്ടുമല്ലാണ്ട് ഇടയ്ക്കൊരെണ്ണം ഉണ്ടല്ലോ, കപ്പാട്ട് അല്ല കാളകെട്ടിയില്ലേ അല്ല ഈരാറ്റുപേട്ട. അത് ഇത് വെളുത്തതുമല്ല കറുത്തതുമല്ല, പിന്നെ ഇരുനിറക്കാരെല്ലാം കൂടെ. അവിടെയും പുള്ളി വരികയല്ല. ഈയിടെ പുതിയ ഒരെണ്ണം തുടങ്ങിയല്ലോ, അത് വിളറിയതെല്ലാം കൂടെ. ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇരിക്കുന്നവരുടെ കൂടെ ദൈവം വരികയല്ല, സകല ജാതികളെ ചുച്ചരാക്കണം. നാനാ ജാതി മതസ്ഥരായ പ്രിയപ്പെട്ടവർ, ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമുണ്ടോ അവിടെ ദൈവം കൂടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കങ്ങ് നിർത്തുക. ആരുടെ കൂടെയാണ് ഇമ്മാനുവേൽ കൂടെ ഇരിക്കുന്നത്? കർത്താവിന് മഹത്വം. അതിൻ്റെ 7ാമത്തെ ചിന്ത, ആമേൻ സ്തോത്രം, യേശു കൽപ്പിച്ചത് പറയുന്നവരുടെ കൂടെയായിരിക്കുന്നത്. ആ 20ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. അവിടുന്ന് കൽപ്പിക്കുന്നത് തീർത്ത് പറയുന്നവരുടെ കൂടെ അവിടുന്ന് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ആ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുക. 8ാമത്തെ പോയിന്റ്, ആരുടെ കൂടെ ഇരിക്കും? മുമ്പേ വായിച്ചതാന്നേലും അതിൻ്റെ ആശയം പറയുക, ആരാധിക്കുന്നവൻ്റെ കൂടെ ദൈവം ഇരിക്കുന്നത്. അവർ ചിലർ സംശയിച്ചു നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ നമസ്കരിച്ച് ആരാധിച്ചു. ആരുടെ കൂടെ ദൈവം ഇരിക്കും? ആരാധിക്കുന്നവൻ്റെ കൂടെ ഇരിക്കും. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെയും മൃഗങ്ങളെയും പട്ടിയെയും പൂച്ചയെയും പന്നിയെയും കോഴിയെയും താറാവിന് പ്രകൃതിയെയും ചരാചരത്തെയും ഒന്നും ആരാധിക്കരുത്. ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്. അങ്ങനെ ആരാധിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. ആമൻ നിന്നെ ആമൻ വിടുവിക്കുവാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ, കർത്താവ് നിന്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സമർപ്പിക്കുക. ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തെ പരിഹരിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ അടുത്ത് വരണമേ, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇമ്മാനുവേലായി അവൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.